വയനാടിന്റെ വികസന കുതിപ്പിന് അക്ഷരാർത്ഥത്തിൽ കൈത്താങ്ങാകുകയാണ് കിഫ്ബി പ്രോജക്റ്റുകൾ. സ്വപ്ന പദ്ധതിയായ തുരങ്കപാതയും നെട്ടറപ്പാലവുമെല്ലാം കിഫ്ബിയുടെ നേട്ടങ്ങളാണ്. വിദ്യാഭ്യാസ മേഖലയിലും ആരോഗ്യ മേഖലയിലും അടക്കം കിഫ്ബിയുടെ പ്രവർത്തനങ്ങൾ ഒഴിച്ചുകൂടാനാവാത്തതാണ്. മലയോര ജില്ലയായ വയനാട്ടിൽ കിഫ്ബി വഴി വൻ പദ്ധതികളാണ് സർക്കാർ നടപ്പിലാക്കുന്നത്. അതിലൊന്നാണ് വയനാട്ടുകാരുടെ സ്വപ്ന പദ്ധതിയായ തുരങ്കപാത. കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ തുരങ്കപാതയുടെ നിർമ്മാണ ചെലവ് 2134 കോടിയാണ്. 8.73 കിലോമീറ്റർ പാതയുടെ 8.1 കിലോമീറ്റർ ഇരട്ടത്തണലായാണ് വിഭാവനം ചെയ്തിരിക്കുന്നത്. തുരങ്കപാത യാഥാർത്ഥ്യമാകുന്നതോടെ ഏറെ നാളത്തെ വയനാട്ടുകാരുടെ യാത്രാ പ്രശ്നത്തിന് പരിഹാരമാകും. ആനക്കാമ്പൊയിൽ നിന്നും 22 കിലോമീറ്റർ കൊണ്ട് മേപ്പാടിയിലെത്താനും സാധിക്കും. കിഫ്ബിയുടെ മറ്റൊരു അഭിമാന പദ്ധതിയാണ് നെട്ടറപ്പാലം. തിരുനെല്ലി പഞ്ചായത്തിലെ കാളിന്തി നദിക്ക് മുകളിലൂടെ നിർമ്മിച്ച പാലം 12.74 കോടി രൂപ ചെലവാക്കിയാണ് നിർമ്മിച്ചിട്ടുള്ളത്. 50 മീറ്റർ നീളത്തിലും 11 മീറ്റർ വീതിയിലും നിർമ്മിച്ച പാലം ആദിവാസി കുടുംബങ്ങളടക്കം നൂറുകണക്കിന് ആളുകൾക്കാണ് ആശ്വാസമേകുന്നത്. താത്കാലിക മുളപ്പാലം മാത്രമാണ് മുൻപുണ്ടായിരുന്നത്. കരിമം, നെട്ടറ, വെള്ളറോടി, ചിന്നടി തുടങ്ങിയ ഉന്നതികളിലുള്ളവർക്ക് പാലം ഏറെ സഹായമായി. 7.5 മീറ്റർ വീതിയിൽ വാഹനങ്ങൾക്ക് പോകാൻ റോഡും ഇരുഭാഗങ്ങളിലായി 1.5 മീറ്റർ വീതിയിൽ നടപ്പാതയും ഒരുക്കിയിട്ടുണ്ട്. കൂടാതെ പാലത്തിന്റെ ഇരുഭാഗങ്ങളിലുമായി 1.56 കിലോമീറ്റർ നീളത്തിൽ അപ്രോച്ച് റോഡും നിർമ്മിച്ചിട്ടുണ്ട്. മാത്രമല്ല ടൂറിസ്റ്റുകളെ ആകർഷിക്കാനും ഇതോടെ സാധിച്ചു. പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിരവധി വികസനങ്ങൾ ജില്ലയിൽ കൊണ്ടുവന്നതായി മന്ത്രി OR കേളുവും പറഞ്ഞു. കേരള സർക്കാർ നടപ്പാക്കി വരുന്ന കിഫ്ബി പദ്ധതി നമ്മുടെ കേരളത്തിന്റെ സർവോന്മുഖമായിട്ടുള്ള വികസന പദ്ധതിക്ക് ആക്കം കൂട്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ്. അത് പ്രകാരം നമ്മുടെ വയനാട് ജില്ലയുടെ പൊതുവായിട്ടുള്ള വികസനത്തിന് ഈ പദ്ധതി ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി സാധിച്ചു എന്നുള്ളത് വസ്തുതകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് ഏവർക്കും ബോധ്യപ്പെടാവുന്ന ഒരു കാര്യമാണ്. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് ഏകദേശം 9 കിലോമീറ്ററോളം വരുന്ന തുരങ്കപാത വയനാട് ജില്ലയിലെ യാത്രാ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി നമ്മൾ നിർമ്മിക്കുകയാണ്. ടൗൺഷിപ്പിന്റെ നിർമ്മാണം, വയനാട് ജില്ലയിലെ എല്ലാ പൊതുമരാമത്ത് പ്രവൃത്തികളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന എല്ലാ റോഡുകളും നമുക്ക് നവീകരിക്കാൻ വേണ്ടി സാധിച്ചു. നിരവധി ബ്രിഡ്ജ്, മാനന്തവാടി, കൽപ്പറ്റ, അതുപോലെ തന്നെ സുൽത്താൻ ബത്തേരി, 3 നിയോജകമണ്ഡലത്തിൽ നിരവധി പാലങ്ങൾ നമുക്ക് നിർമ്മിക്കാൻ വേണ്ടി സാധിച്ചു. വയനാട് ജില്ലയിലെ ഏകദേശം എല്ലാ സ്കൂളുകളും കിഫ്ബി പദ്ധതി ഉപയോഗിച്ച് നമുക്ക് സ്കൂളുകൾ നവീകരിക്കാൻ വേണ്ടി സാധിച്ചു. വിവിധ റോഡുകളും പദ്ധതിയിലൂടെ വികസനത്തിന്റെ പാതയിലെത്തി. അതിൽ ചിലതാണ് കണിയാമ്പറ്റ മീനങ്ങാടി റോഡ്, മാനന്തവാടി പക്രന്തളം റോഡ്, മാനന്തവാടി കൈതക്കൽ റോഡ് തുടങ്ങിയവ. കണിയാമ്പറ്റ മീനങ്ങാടി റോഡിന് മാത്രമായി 47.43 കോടി രൂപയാണ് നൽകിയത്. മാനന്തവാടി കൽപ്പറ്റ റോഡിലെ പച്ചിലക്കാട് നിന്ന് ആരംഭിച്ച മീനങ്ങാടി ടൗണിൽ അവസാനിപ്പിക്കുന്ന റോഡിന് 12.8 കിലോമീറ്റർ നീളമാണുള്ളത്. 7 മീറ്റർ വീതിയിലുള്ള കാരേജ് വേയും 1 മീറ്റർ വീതിയിലുള്ള ഷോൾഡറും ഇതിനുണ്ട്. 2021 സെപ്റ്റംബറിലാണ് പണി പൂർത്തിയായത്. മാനന്തവാടി ടൗണിനെ കൽപ്പറ്റ റോഡുമായി ബന്ധിപ്പിക്കുന്ന 10.420 കിലോമീറ്റർ നീളമുള്ള റോഡാണിത്. 7 മീറ്റർ വീതിയിൽ BMRD BC ഉപയോഗിച്ച് നവീകരിച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസ മേഖലയിലും സമൂലമായ മാറ്റങ്ങളാണ് കിഫ്ബി വഴി എത്തുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട പദ്ധതികളൊന്നാണ് മാനന്തവാടിക്കടുത്തുള്ള ദ്വാരക പോളിടെക്നിക് കോളേജ്.
7,58,73 കോടി രൂപ ചെലവഴിച്ചാണ് കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. 5 നിലയിലായി പ്രവർത്തിക്കുന്ന കെട്ടിടത്തിൽ ക്ലാസ് റൂമുകളും കമ്പ്യൂട്ടർ ലാബും അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കുകളും ഉൾപ്പെടും. അതിവേഗം പുരോഗമിക്കുന്ന ആകെ 55 പദ്ധതികളാണ് പണം ലഭ്യമാക്കി ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ലഭിച്ചത്. അതിൽ ചിലത് മാത്രമാണ് ഇവിടെ നമ്മൾ കണ്ടത്. ഇനിയും ഒട്ടേറെ പദ്ധതികളാണ് കിഫ്ബി വഴി നടപ്പാക്കിയിരിക്കുന്നത്. ജനം, വയനാട്.